ഹലോ ഫ്രണ്ട്സ്, ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കിയ ഒരേ ഒരു മലയാളി, അതാണ് റസൂൽ പൂക്കുട്ടി. 2009 സ്ലം ഡോഗ് മില്ലിനെയർ എന്ന ചിത്രത്തിൽ ശബ്ദലേഖനത്തിനുള്ള ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കിയ, അക്കാദമി പുരസ്കാരം സ്വന്തമാക്കിയ സൗണ്ട് ഡിസൈനറായ റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയായി തന്നെ വേഷമിട്ട ചിത്രമാണ് ദി സൗണ്ട് സ്റ്റോറി. ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ട്. തമിഴിൽ ഇതിന് ഒരു കഥൈ സൊല്ലട്ടുമ എന്നാണ് പേര്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരമാണ് സിനിമയുടെ മുഖ്യ പ്രമേയം. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വേറിട്ടൊരു സിനിമയാണ്. നമ്മൾ സാധാരണ സിനിമകൾ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊന്നും ഇതിന് ഭാഗമാകില്ല. ഒരു സൗണ്ട് ഡിസൈനർ ശബ്ദങ്ങളുടെ പെരുമഴക്കാലം തന്നെ സൃഷ്ടിക്കുന്ന തൃശൂർ പൂരം, ആ തൃശൂർ പൂരത്തിലെ എല്ലാ ശബ്ദങ്ങളും പകർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ചിരകാലാഭിലാഷമായി കൊണ്ടു നടക്കുന്ന സൗണ്ട് ഡിസൈനർ തൻ്റെ സ്വപ്നത്തിന് പിറകെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു കഥയാണ് ഇത്. ഈ സിനിമ ഒരു വട്ടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. മികച്ച ശബ്ദ സംവിധാനമുള്ള തിയേറ്ററുകളിൽ നിന്ന് തന്നെ ദി സൗണ്ട് സ്റ്റോറി കാണാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമയെ സംബന്ധിച്ച് ശബ്ദമാണ് അതിൻ്റെ ആത്മാവ്. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ടതെന്ന് യുനെസ്കോ തന്നെ വിലയിരുത്തിയതാണ് തൃശ്ശൂർ പൂരം. ഈ തൃശ്ശൂർ പൂരത്തിൽ റസൂൽ പൂക്കുട്ടിയുടെ നേതൃത്വത്തിൽ 80-ൽ പരം ടെക്നീഷ്യൻസും 300-ലധികം വരുന്ന കലാകാരന്മാരും പൂരത്തിനെത്തിയ പുരുഷാരവത്തിന് നടുവിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ചിത്രീകരിച്ചതാണ് ഈ സിനിമ. ഹോളിവുഡിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ പോലും പൂരം പകർത്താനായി എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വലിയ വാർത്തകൾ ഈ ചിത്രത്തെ കുറിച്ചിട്ട്, ഇതിൻ്റെ ചിത്രീകരണ വിശേഷങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഒരു അഭിനേതാവ് എന്ന രീതിയിൽ വിലയിരുത്തിയാലും മികച്ച പെർഫോമൻസ് ആണ് റസൂൽ പൂക്കുട്ടി ചിത്രത്തിലുടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. ചില രംഗങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തന്മയത്വപൂർണ്ണമായ അഭിനയ മികവ് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജോയ് മാത്യു, സുനിൽ സുഗത, പെരുവനം കുട്ടന്മാരാർ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് രാഹുൽ രാജാണ്. അതേസമയം പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശരത്താണ്. ശബ്ദലേഖന മികവാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഘടകം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ശബ്ദ സംവിധാനമുള്ള തിയേറ്ററുകളിൽ നിന്ന് തന്നെ ഈ സിനിമ പോയി കാണുക. റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു വർക്ക് തന്നെയാണ് ഇത്. തൃശ്ശൂർ പൂരത്തെ നമ്മൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത തരം ശബ്ദ സൗന്ദര്യത്തോടെ തിയേറ്ററിൽ ആസ്വദിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ദി സൗണ്ട് സ്റ്റോറി നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ചിത്രത്തിന് റേറ്റിംഗ് നൽകാനൊന്നും ഞാൻ മുതിരുന്നില്ല. അത്തരമൊരു റേറ്റിംഗിലും അർത്ഥമില്ല. ഇത് വേറിട്ടൊരു സിനിമയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. തിയേറ്ററിൽ ഈ സിനിമ പോയി കണ്ട് അനുഭവിക്കുക, ശബ്ദം ആസ്വദിക്കുക, അത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.